പറയുന്നത് ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ്. നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ, നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത്. അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ, ഇന്നയാൾക്ക് ഇന്ന ഇടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനോട് അവർ സഹകരിക്കുന്നില്ല. ഏതായാലും ഈ ദൈവത്തിൻ്റെ മണവാട്ടി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ടീച്ചറോട് പറയാനുള്ളത്, ഇങ്ങനത്തെ റൂൾസും റെഗുലേഷനൊക്കെ അത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങളുടെ മതത്തിന് എതിരല്ലാതിരിക്കണം. അത് എതിരായിക്കൊണ്ട് ഇങ്ങോട്ട് പറയുന്ന റൂൾസിനോടൊക്കെ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ പൊന്നാര ടീച്ചറെ, എൻ്റെ വീട്ടിൽ നിന്നല്ലല്ലോ മുസ്ലിങ്ങൾ ചോറ് തിന്നുന്നത്, ആണോ? ഈ പേരൻസും കുട്ടികളൊക്കെ എൻ്റെ തറവാട്ട് വകയിലാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിക ചട്ടങ്ങൾ നിയമങ്ങളൊക്കെ ഇങ്ങനത്തെ റൂൾസിനൊക്കെ തടസ്സമാവുമെങ്കിൽ ആ റൂൾസ് നിങ്ങൾക്കും ബാധകമല്ലേ? ആണ് എങ്കിൽ എന്ത് വേണം? എൻ്റെ തലയിലെ തട്ടം ആദ്യം ഊരി വലിച്ചെറിഞ്ഞാളാ. 1. 2, ഈ കഴുത്തിൽ കെട്ടിയിട്ടുള്ള കുരിശുണ്ടല്ലോ, അത് എടുത്തിട്ട് എന്ത് ചെയ്താളാ? ആദ്യം വലിച്ചെറിഞ്ഞാളാ. അപ്പോൾ റൂൾസ് എന്താവും? കറക്റ്റാവും. നിങ്ങൾക്ക് വേണ്ട രീതികൾക്ക് റൂൾസ് ഒന്നും തടസ്സമില്ല. മുസ്ലിങ്ങൾ തട്ടിട്ടാൽ റൂൾസ് തടസ്സമാണ് അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ദൈവത്തിൻ്റെ മണവാട്ടി എന്നുള്ള വിരുദ്ധത്തിൽ നിന്നും പുറത്ത് വന്നിട്ട് എന്ത് വേണം? ഒരു കല്യാണം കഴിക്കേണ്ടി വരും. എന്നിട്ടൊരു 5-8 മക്കളെ കൊണ്ട് പ്രസവിക്കേണ്ടി വരും. എന്തിനാ? മക്കളെ കൊണ്ട് പഠിപ്പിച്ചാളി. ഇങ്ങനത്തെ ഈ റൂൾസും കൊണ്ട് എന്ത് ചെയ്യണ്ട? മുസ്ലിങ്ങളുടെ നിയമത്തിനോട് വരണ്ട. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളല്ല, സംഘികളല്ല, ക്രിസംഖികളല്ല, നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കുഴിയിൽ നിന്ന് എണിച്ചു വന്നാലും നടക്കാത്തതാണ് എന്നുള്ളത് ചരിത്രം കൊണ്ട് തെളിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 5-8 മക്കളെ പ്രസവിച്ചിട്ട് ഓരങ്ങോട്ട് പഠിപ്പിച്ചാലേ അതേ വഴിയുള്ളൂ. ഞാനീ പറഞ്ഞത് ടീച്ചർക്ക് നല്ലോണം പൊള്ളുമെന്നും സങ്കടമാവുമെന്നും എനിക്കറിയാം. ക്ഷമ ചോദിക്കാൻ അതേ സങ്കടം തന്നെയാണ്, വിഷമം തന്നെയാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കും ഉള്ളത് എന്ന് എന്ത് ചെയ്യുക? നല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. ഓക്കെ.